നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് സമാപിച്ചത് മുതൽ മലയാളി ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്നത് ICCയുടെ പുതിയ റാങ്കിങ്ങിന് വേണ്ടിയിട്ടാണ്. എല്ലാ ആഴ്ചകളിലും ICC റാങ്കിങ് വരാറുണ്ട്, മിക്കതും നമ്മൾ വീഡിയോ ചെയ്യാറുമുണ്ട്. പക്ഷേ ഇത്രയധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാത്തിരുന്ന എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരുന്ന മറ്റൊരു റാങ്കിങ് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. സഞ്ജു സാംസണിൻ്റെ റാങ്കിങ് എങ്ങോട്ടെത്തും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. നമുക്കറിയാമല്ലോ, വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിന് മുമ്പ് സഞ്ജുവിൻ്റെ റാങ്കിങ് 65 അവിടെ നിന്ന് ഇപ്പോൾ ഫൈനൽ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ റാങ്കിങ് 22 കുതിച്ചുയർന്നിരിക്കുന്നു. 43 പൊസിഷൻസ് അദ്ദേഹം മറികടന്നിരിക്കുന്നു എന്നർത്ഥം. കുതിച്ചുയർന്നു സഞ്ജു സാംസൺ. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. 637 റേറ്റിംഗുമായി സഞ്ജു സാംസൺ ഇതാ T20 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ICC റാങ്കിങ്ങിൽ 22 സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം അഭിഷേക് ശർമ്മ 1 സ്ഥാനം നിലനിർത്തുന്നു. ഇഷാൻ കിഷൻ 2 സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. തിലക് വർമ്മ 7 സ്ഥാനത്തുണ്ട്. സൂര്യകുമാർ യാദവ് 9 സ്ഥാനത്തുണ്ട്. അപ്പോൾ ടോപ്പ് 10 ഇന്ത്യയുടെ 4 താരങ്ങളുണ്ട് എന്നർത്ഥം. സഞ്ജു സാംസൺ 22 സ്ഥാനത്തും ശിവൻ ദ്യൂബ് എത്രാം സ്ഥാനത്ത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ടല്ലോ. അദ്ദേഹം ഇതാ 27 സ്ഥാനത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ICC T20 റാങ്കിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് നമുക്കിതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുക. സോ നമ്മൾ ആദ്യം T20 ബാറ്റർമാരുടെ റാങ്കിങ് ആണ് പരിശോധിക്കുന്നത്. T20 ബാറ്റർമാരുടെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ 1 സ്ഥാനത്ത് നമ്മുടെ അഭിഷേക് ശർമ്മ തന്നെയാണ്. അഭിഷേക് ശർമ്മ 1 സ്ഥാനം നിലനിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 875. 2 സ്ഥാനത്ത് ഇതാ ഇഷാൻ കിഷൻ. 2 സ്ഥാനങ്ങളാണ് അദ്ദേഹം മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. 871 റേറ്റിംഗോടെ അദ്ദേഹം 2 സ്ഥാനത്ത്. 3ാമത് പാകിസ്ഥാൻ്റെ ഷാഹിബ്സാദ ഫർഹാനാണ്, 848 റേറ്റിംഗ്. 4ാമത് ഇംഗ്ലണ്ടിൻ്റെ ഫിൽ സാൾട്ടാണ്, 792 റേറ്റിംഗ്. 5ാമത് ശ്രീലങ്കയുടെ പഥും നിസാങ്ക, 766 റേറ്റിംഗ്. 6ാം സ്ഥാനത്ത് ന്യൂസിലാൻഡിൻ്റെ ടിം സൈഫേർട്ട് 4 സ്ഥാനം മെച്ചപ്പെടുത്തി ഉയർന്നു വന്നപ്പോൾ ഇന്ത്യയുടെ തിലക് വർമ്മ 7ാം സ്ഥാനത്താണ്, 1 സ്ഥാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം. 8ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കയുടെ ഡേവൽഡ് ബ്രെവിസ്. 9ാം സ്ഥാനത്താണ് നമ്മുടെ സൂര്യകുമാർ യാദവ് ഉള്ളത്. 2 സ്ഥാനം അദ്ദേഹം താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. 10ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിൻ്റെ ജോസ് ബട്ട്ലർ. അദ്ദേഹം 1 സ്ഥാനം നഷ്ടപ്പെടുത്തി 10ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും സഞ്ജു സാംസൺ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് റേറ്റിംഗ് നേടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ മലയാളി ക്രിക്കറ്റ് പ്രേമികളുള്ളത്. ഇന്ത്യയുടെ ഒരു ഡൊമിനൻസ് ആണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കാണുന്നതെന്ന് പറയാം. ഇനി ബൗളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വരുൺ ചക്രവർത്തിയുടെ സ്ഥാനം ഒന്ന് താഴേക്ക് പോയിട്ടുണ്ട്. ചക്രവർത്തി 2ാം സ്ഥാനത്തേക്കായിരിക്കുന്നു. അതേസമയം റാഷിദ് ഖാൻ 1ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുമുണ്ട്. ആദിൽ റഷീദ് സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ 1 പ്ലേസ് മെച്ചപ്പെടുത്തി 6ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അക്സർ പട്ടേൽ 17ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ ആ ഒരു ബൗളിങ്ങിൻ്റെ റാങ്കിങ്, T20 ബൗളേഴ്സിൻ്റെ ICC റാങ്കിങ് ഒന്ന് പരിശോധിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ടോപ്പ് 10 1ാം സ്ഥാനത്തേക്ക് ഇതാ റാഷിദ് ഖാൻ എത്തിയിരിക്കുന്നു. 753 റേറ്റിംഗ് പോയിന്റുകളാണ് അദ്ദേഹത്തിനുള്ളത്. 2ാം സ്ഥാനത്തേക്കായിരിക്കുന്നു വരുൺ ചക്രവർത്തി. 1 സ്ഥാനം നഷ്ടമായിരിക്കുന്നു. 740 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. 3ാമത് പാകിസ്ഥാൻ്റെ അബ്രാർ അഹമ്മദ്. 4ാമത് ഇംഗ്ലണ്ടിൻ്റെ ആദിൽ റഷീദ്. 5ാമത് സൗത്ത് ആഫ്രിക്കയുടെ കോർബിൻ ബോഷ്. 6ാമത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ. 7ാമത് ഓസ്ട്രേലിയയുടെ ആദം സാംബ. 8ാമത് വെസ്റ്റ് ഇൻഡീസിൻ്റെ മാത്യു ഫോർഡ്. 9ാമത് ബംഗ്ലാദേശിൻ്റെ മുസ്തഫിസുർ റഹ്മാൻ. 10ാമത് അഫ്ഗാനിസ്ഥാൻ്റെ മുജീബുർ റഹ്മാൻ. ഇതാണ് ഇപ്പോൾ ബൗളിങ്ങിൽ റാങ്കിങ് എങ്കിൽ ഓൾറൗണ്ടേഴ്സിൻ്റെ റാങ്കിങ്ങിലും മാറ്റം വന്നിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓൾറൗണ്ടർ സിക്കന്ദർ റസ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. സോ ICC ഓൾറൗണ്ടേഴ്സ് റാങ്കിങ്ങിൻ്റെ തലപ്പത്ത് അവരാണ് വരുന്നത്. 1ാം സ്ഥാനത്ത് സിക്കന്ദർ റസ 328 റേറ്റിംഗ് ആണ്. 2ാമത് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ 299 റേറ്റിംഗ് ആണ്. 3ാമത് പാകിസ്ഥാൻ്റെ സെയിം അയ്യൂബും. 4ാമത് നേപ്പാളിൻ്റെ ദിവേന്ദ്ര സിംഗ് ഐറിയുമാണ്. 5ാമത് അഫ്ഗാനിസ്ഥാൻ്റെ അസ്മത്തുള്ള ഒമർസായി. 6ാമത് വെസ്റ്റ് ഇൻഡീസിൻ്റെ റോസ്റ്റൻ ചെയ്സ്. 7ാമത് അഫ്ഗാനിസ്ഥാൻ്റെ മുഹമ്മദ് നബി. 8ാമത് പാകിസ്ഥാൻ്റെ മുഹമ്മദ് നവാസ്. 9ാമത് ന്യൂസിലാൻഡിൻ്റെ മിച്ചൽ സാന്നർ. 10ാമത് വെസ്റ്റ് ഇൻഡീസിൻ്റെ റൊമാരിയോ ഷഫേർഡ്. അപ്പം
ഈ ഓൾറൗണ്ടേഴ്സിൻ്റെ റാങ്കിങ്ങിൽ നമ്മുടെ ശിവൻ ഡ്യൂബ എത്രാം സ്ഥാനത്ത് വരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം അദ്ദേഹം ഇതാ 11ാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. 2 സ്ഥാനം അദ്ദേഹം താഴേക്ക് പോയിരിക്കുന്നു. 11ാം സ്ഥാനത്താണ് ശിവൻ ഡ്യൂബ ഉള്ളതെങ്കിൽ നമ്മുടെ അക്സർ പട്ടേൽ വരുന്നത് 20ാം സ്ഥാനത്താണ്. 162 റേറ്റിംഗ്സ് ആണ് അദ്ദേഹത്തിനുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.